Hi friends, welcome to my channel. ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഒരു ടോണർ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റിയ ഒരു ടോണറാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത്. ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ നല്ല ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാനും pH ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ നമ്മുടെ ഫേസിൽ ഓപ്പൺ പോഴ്സ് ഉണ്ടെങ്കിൽ അത് മിനിമൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ടോണർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ ക്ലെൻസിങ്ങിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഒരു ടോണർ യൂസ് ചെയ്യുക എന്നുള്ളത്. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ചിലപ്പോൾ നമ്മൾ വാങ്ങുന്ന ടോണർ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു നീറ്റലോ റെഡിഷ് കളറോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടോണർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോണറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ടോണർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുക്കുംബറിൻ്റെ പകുതി ഭാഗമാണ്. ഇതിൻ്റെ തൊണ്ട് ഞാൻ കളയുന്നില്ല. തൊണ്ട് ഉൾപ്പെടെ കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. മിക്സിയിലിട്ട് ഇത് അടിച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പ വെച്ച് ഇത് അരിച്ചുകൂടി എടുക്കണം. അരിച്ചെടുത്ത ഈ കുക്കുംബർ ജ്യൂസിലേക്ക് 1 സ്പൂൺ അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ല് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ വാവിൻ്റെ 99% പ്യുവർ അലോവേര ജെല്ലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 സ്പൂൺ റോസ് വാട്ടറാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലേക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഈ സ്പ്രേ ബോട്ടിൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ്. ഈ ഒരു ടോണറിൽ നിങ്ങൾക്ക് ലെമണും ആഡ് ചെയ്യാവുന്നതാണ്. എനിക്ക് ലെമൺ സ്കിന്നിനൊട്ടും പറ്റില്ലാത്തത് കൊണ്ടാണ് ആഡ് ചെയ്യാത്തത്. ഈ കുക്കുംബർ ടോണർ സ്കിന്നിന് നല്ലൊരു റീഫ്രഷ് തരും. നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഇതിനില്ല. എപ്പോഴും നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുൻപ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല, വൈറ്റ് കളറാണ്. അതായത് സാധാരണ നമ്മൾ വാങ്ങുന്ന ടോണർ പോലെ തന്നെയാണിതും. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കുംബർ ടോണർ. കുക്കുംബറും അലോവേര ജെല്ലും കൂടി ചേർന്നതായതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലതാണിത്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ.